ना कुछ पूछा ना कुछ मांगा तूने दिल से दिया जो दिया. ഒരു സൊസൈറ്റി ഒരുപാട് നോംസ് നമുക്ക് ഡോക്ടർ ആണോ എഞ്ചിനീയർ ആണോ. അപ്പം ഈ PYQs ചെയ്യുന്നതിൽ നോട്ട്സ് റെഫർ ചെയ്ത് പഠിക്കുന്നതിൽ എത്രത്തോളം ഈസിനെസ് എഡ്യൂപോർട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ആക്ച്വലി കുട്ടികളിലേക്ക് ഇങ്ങനത്തെ ഒരു ഓറിയന്റേഷൻ കിട്ടിയില്ല, കൊമേഴ്സിന് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു ഓപ്ഷൻ കിട്ടിയില്ല. ഹായ് മക്കളെ, വളരെ മിടുക്കരായിട്ടുള്ള 2 വിദ്യാർത്ഥികൾ നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ മോനെ പേര്? എൻ്റെ പേര് സഫ്വാൻ. ഞാൻ കോഴിക്കോട് ഹിമാചൽ ഇസ്ലാം HSSലാണ് പഠിച്ചത്. കഴിഞ്ഞ +2 ഞാൻ എഡ്യൂപോർട്ട് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് 1200-ൽ 1185 മാർക്ക് ലഭിച്ചു. എഡ്യൂപോർട്ടിനോട് വളരെയധികം താങ്ക്സ് ഉണ്ട്. ദിവാൻ സാർ. എൻ്റെ പേര് തമന്ന സെയിൻ. ഞാനും സഫാൻ്റെ ഒരേ ബാച്ചിലായിരുന്നു. ഹിമായത്ത് സ്കൂളിൽ നിന്നാണ് വരുന്നത്. അപ്പം 10th തൊട്ടേ എഡ്യൂപോർട്ടിൻ്റെ ഭയങ്കര ഒരു ഫാനായിരുന്നു. +2 ആ ടൈമിൽ ഞാൻ എന്തായാലും ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നോട് വാശി പിടിച്ച് ജോയിൻ ചെയ്തതാണ്. അപ്പം എനിക്ക് 98% ഉണ്ട്. ഇൻഷാല്ലാ ഇനി അതിനേക്കാളും കൂടുതൽ ഇവർ നല്ല സപ്പോർട്ടീവാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവാൻ സാധിച്ചത്. അപ്പം താങ്ക് യു സേഴ്സ്. സഫ്വാന്റെ എയിം എന്താണ്? സഫ്വാന്റെ അംബിഷൻ എന്താവാനാ താല്പര്യം? എനിക്ക് 8th മുതലേ ഉള്ളൊരു എയിമായിരുന്നു CA എന്ന് പറയുന്നത്. അപ്പോൾ 8th എന്താ പറയാ, അതുവരെ നമുക്ക് ഒന്ന് ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ IAS കോമൺ ആയിട്ടുള്ള ഒരു ടൈം. അപ്പൊ എൻ്റെ ഒരു തൊട്ടടുത്തുള്ള ഫ്രണ്ട് പറഞ്ഞ് CA എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്, ഒപ്പിട്ടാ പൈസ കിട്ടും. അപ്പൊ അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. ബട്ട് എഡ്യൂപോർട്ടിനെ ഫോളോ ചെയ്തപ്പോൾ 10th എഡ്യൂപോർട്ടിന്റെ ക്ലാസ് കേട്ടപ്പോൾ എഡ്യൂപോർട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിരുന്നു ഓരോ കോഴ്സിന്റെ സ്ട്രക്ചർ, CA അതുപോലെ തന്നെ പൈലറ്റ് ആവുന്നത്. അപ്പൊ അതില് CAന്റെ ഒരു കോഴ്സിന്റെ വീഡിയോ സാറിൻ്റെത് കണ്ടപ്പോഴാണ് ലൈക്ക് എളുപ്പമല്ല, ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. അത് ട്രൈ ചെയ്താൽ ഡെഫിനറ്റ്ലി നല്ലൊരു കോഴ്സാണ്. അപ്പൊ അങ്ങനെ CA ആവണമെന്നാണ് എന്റെ. CA ഒരു ടഫ് കോഴ്സ് അല്ല, ടഫ് പീപ്പിൾസിനുള്ള കോഴ്സാണ് CA. തമന്നയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ താത്തമാരെ റോൾ മോഡൽ ആക്കിക്കൊണ്ട് BComന് ചേർന്നുണ്ട്. അപ്പം BCom കഴിഞ്ഞിട്ട് BCom ഫിനാൻസ് ആണ് അല്ലേ? യെസ്. ഏത് കോളേജിലാണ്? പ്രൊവിഡൻസിലാണ്, കോഴിക്കോട് തന്നെയാണ്. യെസ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ് ലൈക്ക് ഫുൾ പ്ലാൻഡ് ആണ് എന്നാണ് സംസാരിച്ച് പറയാൻ പറ്റുന്നത് അല്ലേ? അപ്പൊ ഏത് റൂട്ടിലേക്കാണ് പോകാൻ താല്പര്യം? എനിക്ക് ഇത്താത്തമാരെന്നാണ് എപ്പോഴും ഇൻഫ്ലുവൻസർ ആയിട്ടുള്ളത്. എൻ്റെ റോൾ മോഡൽസ് ആണ് അവര്. ടീച്ചിങ് എന്നുള്ള ഭാഗത്തേക്ക് ഞാനിപ്പം എന്താ പറയുക, ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ ഇപ്പോൾ എഡ്യൂപോർട്ടിൻ്റെ ആണെങ്കിൽ തന്നെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ എപ്പോഴും കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യല്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇൻഫ്ലുവൻസ് ആയി. പ്ലസ് എൻ്റെ താത്തമാരും ടീച്ചേഴ്സാണ്, അവരുടെ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇപ്പൊ ടീച്ചിങ് എന്നുള്ള കരിയർ എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്നുള്ളത്. നമുക്കറിയാലോ, ഒരു പ്ലാന്റ് ഒക്കെ ഗ്രോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആ ഒരു സീഡിങ്ങിന്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, വളമിട്ട് കൊടുക്കുക. അപ്പം ആക്ച്വലി 10th ക്ലാസ് വരെയൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞു. ഇനിയാണല്ലോ ആക്ച്വലി നമ്മുടെ ആ ഒരു ഏതൊരു ഏരിയയിലേക്ക് നമ്മൾ തിരിയണം, ടേൺ ചെയ്യണം. ഇനി അവിടെ കൂടുതൽ പൊട്ടൻഷ്യൽ നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിന്റെ രീതിയിലേക്ക് നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് കൊടുക്കണം, കൂടുതൽ എന്ത് ചെയ്യണം, മോട്ടിവേറ്റഡ് ആകണം എന്നൊരു സമയമാണല്ലോ. അപ്പം എന്താണ് കുട്ടികളോട് എന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു പാത്തിലേക്ക്, അഥവാ നിങ്ങളുടെ പാത്ത് എപ്പം കണ്ടെത്താൻ പറ്റും? അഥവാ ചില കുട്ടികൾക്ക് 5ാം ക്ലാസ് മുതലേ പറയും ഞാൻ സയന്റിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഞാൻ ഡോക്ടർ ആകണം. ചില കുട്ടികൾ പറയും 8ാം ക്ലാസ് കഴിഞ്ഞിട്ടേക്കും ഒരു ടേണിംഗ് പോയിന്റ് എത്തുക. ചില കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ്, ചില കുട്ടികൾ ഈവൻ ഒരു കോഴ്സ് എടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നീടായിരിക്കും എന്തുണ്ടാവുക, അവന്റെ ആക്ട് ആയിട്ടുള്ള അവന്റെ കഴിവുകൾക്ക് അനുസരിച്ചുള്ള കോഴ്സിലേക്ക് എത്തുക. അപ്പൊ കുട്ടികളോട് എന്താ പറയേണ്ടവ? നിങ്ങൾ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഫ്യൂച്ചർ തിരഞ്ഞെടുക്കേണ്ടത്? എവിടെ ആയിരിക്കും നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്, നിങ്ങളുടെ ഡിഫറെന്റ് പോയിന്റ് എന്താണെന്നുള്ളത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുക? ആക്ച്വലി നമുക്ക് ഒരു സൊസൈറ്റി ഒരുപാട് നോംസ് നമുക്ക് ഇതാക്കും. ഡോക്ടർ ആണോ എഞ്ചിനീയർ ആണോ, പിന്നെ ട്രെൻഡ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ടാവും. ഓരോ ടൈമിലും ഓരോ കോഴ്സ് ട്രെൻഡ് ആവും. ബട്ട് നമ്മളുള്ളിലൊരു ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, നമുക്ക് അതിനോട് ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ചിലപ്പോ നമുക്ക് ഒറ്റയടിക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയണമെന്നുണ്ടാവില്ല. നമ്മൾ ഓരോന്ന് എക്സ്പെരിമെന്റ് ചെയ്തിട്ടായിരിക്കും കണ്ടുപിടിക്കുക. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് കഴിയുന്നതും നമ്മൾ ഈ +1 +2 ലൈഫിൽ പല കാര്യങ്ങളും എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് NSSലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു ഭാരമായി കാണാതെ പല പല ആക്ടിവിറ്റീസ് ജസ്റ്റ് നമുക്ക് കഴിവില്ലെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എൻജോയ് ചെയ്ത് ചെയ്യാൻ നോക്കാം. അപ്പൊ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാവും ഇതാണ് എന്റെ ഒരു ടേസ്റ്റ്. ആ ഒരു റിയലൈസേഷനിലാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് ലൈഫ് അടിപൊളിയായി.
സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്കിത് പുതിയൊരു അറിവാണ്. നമ്മൾ സ്റ്റുഡൻസിന് ഇടുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. തമനക്ക് സ്വന്തമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് കപ്പാസിറ്റീസ് എന്തൊക്കെയാണ്? എനിക്കും സഫാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ഭയങ്കര റിലാക്സ് ചെയ്തിട്ടാണ് പഠിച്ചത്. അത്ര സ്ട്രെസ് ഒന്നും ഇല്ലാതെ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. മെയിനായിട്ട് നമ്മൾ ക്ലാസ് ശ്രദ്ധിക്കുക, ആ ഒരു ഇതാണ്. സഫാൻ പറഞ്ഞ പോലെ തന്നെ അത്ര സ്ട്രെസ്ഡ് ആയിട്ടുള്ള, പിന്നെ സൊസൈറ്റി ഭയങ്കര നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ ആദ്യം പ്ലസ് വണ്ണിലേക്ക് ഞാൻ ഏത് കോഴ്സ് സെലക്ട് ചെയ്യുന്ന പറഞ്ഞപ്പം എല്ലാവരും പറഞ്ഞത് ഫുൾ A+ ആണ്. അപ്പം 10th ഫുൾ A+ ആയതുകൊണ്ട് സയൻസ് എടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ എല്ലാവരും സയൻസ് പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും യുണീക്ക് ആയിട്ട് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പൊ ഹ്യൂമാനിറ്റീസ് എന്നായിരുന്നു എൻ്റെ ഒരു ഓപ്ഷൻ എന്നായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞത് കൊണ്ട് മാത്രമാണ് കൊമേഴ്സ് ആ ഒരു ഇതിലേക്ക് വന്നത്. ഹ്യൂമാനിറ്റീസ് ആണ് എൻ്റെത്, പക്ഷെ കൊമേഴ്സിലേക്ക് വന്നത്. പക്ഷെ കൊമേഴ്സ് വന്നതിന് ശേഷമാണ് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു കോഴ്സിലാണെങ്കിലും. സയൻസ് മാത്രമല്ല ഓപ്പർച്യൂണിറ്റീസ് കിടക്കുന്നത്, ഹ്യൂമാനിറ്റീസിലാണെങ്കിലും കൊമേഴ്സിൽ തന്നെ. ഈവൻ കൊമേഴ്സിലാണെങ്കിലും അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സഫം പറഞ്ഞ പോലെ പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും അക്കാഡമിക്കൽ ഇതാണെങ്കിലും. പ്രൊഫഷണൽ കോഴ്സിലാണ് CA. ഒരു ഒപ്പ് ഇട്ടാൽ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ഒപ്പിടുമ്പോൾ നമ്മൾ അത്രയും വാല്യൂ ആണ് നമ്മളൊരു ഒപ്പിന്. അപ്പം അങ്ങനെയൊക്കെ കുറെ അറിവ് ഉണ്ടാവാൻ തുടങ്ങിയത് നമ്മൾ ഓരോ ഏജ് അനുസരിച്ചിട്ട് അറിവുണ്ടാവും. അപ്പം ഇതില് ഭയങ്കര ഒരു പോയിന്റ് ആണ്, ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ് ഇവരൊക്കെ പ്രൊഫഷണൽസ് ആണ്. പക്ഷെ പല ആൾക്കാരും ഇപ്പോഴാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, കമ്പനി സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് കൊമേഴ്സ് ഫീൽഡിലും അവൈലബിൾ ആകുന്നത്. ഇപ്പോഴാണ് സൊസൈറ്റിക്ക് ഇടയിലൊക്കെ പൊതുവായിട്ടുള്ള ഒരു ധാരണ എത്തി തുടങ്ങിയത്. പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ IIT പഠിക്കണം എന്നാണ് സയൻസ് ഫീൽഡിലെ കുട്ടികൾക്ക് ഉണ്ടാവുക. അതിന് അതേ ഇക്വലന്റ് ആയിട്ട് തന്നെയാണ് IIMs ഉള്ളത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഉള്ളത്. ഇത് നമ്മൾ വേൾഡ് ലെവലിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് എക്സാം നോക്കുകയാണെങ്കിൽ GMAT എക്സാം ഉണ്ട്. ഈ GMAT എക്സാം എഴുതിയാലാണ് ഇന്റർനാഷണൽ ലെവലിലുള്ള ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് 8ാം ക്ലാസ് അല്ല കേട്ടോ, നമ്മുടെ ലണ്ടൻ സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് എക്കണോമിക്സ്, അത്തരത്തിലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലേക്കും വലിയ വലിയ കോളേജുകളിലേക്കും MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്, ബിസിനസ് സ്റ്റഡീസ്, അഡ്മിനിസ്ട്രേഷൻ അതൊക്കെ പഠിക്കാനുള്ള വളരെ, അഥവാ ഇത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എന്താണ് ഒരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി GMAT എക്സാം ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും ആക്ച്വലി കുട്ടികളിലേക്ക് ഇങ്ങനത്തെ ഒരു ഓറിയന്റേഷൻ കിട്ടിയില്ല. കൊമേഴ്സിന് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള ഓപ്ഷൻ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ CUT എക്സാം ഉണ്ട്. CUT എക്സാം ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നത്. നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളായാലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുട്ടികൾക്ക് CUTയുടെ ഒരു സ്കോപ്പ് അറിയില്ല, ഈ ഒരു എക്സാം എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ എജുപോർട്ട് ത്രൂ നമ്മൾ മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ അതിനൊരു അവയർനെസ് കൊടുക്കേണ്ട ഒരു സമയം. ഈ കൊമേഴ്സ് ഫീൽഡിൽ ഒരു അവയർനെസ് കിട്ടുകയാണെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടുണ്ടോ അതായത് ഞാൻ കൊമേഴ്സ് എടുത്തതിൽ ഒരു തെറ്റായി പോയി, റിഗ്രറ്റ് ആണ് എന്നുള്ളൊരു? ഒരിക്കലല്ല, കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ അവരത് പിന്നെ റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് കൊമേഴ്സ്. നമ്മള് വേഗം നമ്മളെ ബ്രെയിനിലേക്ക് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ളത് അതാണ്. ഞാൻ ഇങ്ങനെ കൊമേഴ്സ് എടുത്ത ടൈമില് ലൈക്ക് ഞാൻ വീട്ടിലെല്ലാവർക്കും എതിരായിട്ട് കൊമേഴ്സ് എടുത്തതാ. ലൈക്ക് ഉമ്മ ഫസ്റ്റ് ടൈം ഒന്നും ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല, വീട്ടിലാരും സപ്പോർട്ട് ചെയ്തില്ല. ലൈക്ക് ഫാമിലിയിൽ ഉണ്ട് ബിസിനസ് പ്രൊഫഷണൽസ് ഉണ്ട്, ബിസിനസ് ചെയ്യണവരുണ്ട്. ബട്ട് കൊമേഴ്സ് എടുക്കണത് എന്തോ ഒരു സിന്നുമാതിരിയാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഇവൻ ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് അത് വേസ്റ്റ് ചെയ്യണ മാതിരി അങ്ങനെ ലൈക്ക് അങ്ങനെ. ബട്ട് കൊമേഴ്സ് എടുത്തപ്പോ എനിക്കും തോന്നി ഇത് നടക്കും എന്നെ നടപടി. ലൈക്ക് എക്കണോമിക്സ് അങ്ങനെ ഒരു സബ്ജക്റ്റിലുള്ള എനിക്ക് അറിയില്ല. കൊമേഴ്സ് പറഞ്ഞ അക്കൗണ്ട്സ് ആണ് എല്ലാവരോടും ചോദിച്ചാൽ. ബട്ട് അത് പഠിച്ചു തുടങ്ങിയപ്പോൾ ലൈക്ക് നമ്മളെ ടീച്ചേഴ്സ് എല്ലാവരും നല്ലൊരു ലൈഫിനോട് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് പഠിപ്പിക്കുന്നത് തന്നെ. ഈ മാത്ത് സ്കൂളായാലും അപ്പൊ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തപ്പോ മനസ്സിലായി കൊമേഴ്സ് എനിക്ക് പറ്റിയത് എന്നാണ് എന്നുള്ള അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം റിഗ്രറ്റ് ഉണ്ടായിരുന്നു. ബട്ട് പിന്നാണ് മനസ്സിലായത് എടുത്തത് നല്ലൊരു ഓപ്ഷൻ ആയി എന്നുള്ളത് അല്ലേ. അപ്പൊ ഈ പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കും? ഇപ്പൊ പറഞ്ഞു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് ഇരുന്ന് പഠിക്കുക. റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന പറയുന്ന സമയത്ത് ഒരുപാട് മണിക്കൂർ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നതാണോ? എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പഠിക്കുന്നു, അങ്ങനെയാണ് എനിക്ക് സ്കോർ ചെയ്തത്. അപ്പം ഇനി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് നിങ്ങൾക്ക് എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത്? എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ക്ലാസ് തന്നെ നമ്മളിപ്പോൾ കൊമേഴ്സ് ആണ് ഞാൻ റിലേറ്റ് ആയി പറയുന്നത്. ക്ലാസ് തന്നെ നമ്മൾ നല്ല ശ്രദ്ധിച്ച് ലിസൺ ചെയ്തിട്ട് കേട്ടാൽ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കൊമേഴ്സ് അരുത്. സയൻസ് എന്ന് പറയുന്നത് അവർ പറയാറുണ്ട് ഡേ ടു ഡേ പഠിക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെയല്ല പഠിച്ചത്, ഭയങ്കര റിലാക്സ് ആയിട്ടാണ് ഞാൻ പഠിച്ചത്. പ്രത്യേകിച്ച് എജുപോർട്ടിന്റെ ക്ലാസ് ഉണ്ടാവാറുണ്ട്, വീക്ക്ലി ലൈവ് ഉണ്ടാവാറുണ്ട്. ഞാൻ അത് എപ്പോഴും അറ്റൻഡ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. പിന്നെ എക്സാമിൻ്റെ
തലേന്നൊക്കെ ഞങ്ങള് പ്രാക്ടീസ് മെയിൻ ആണ്. questions പിന്നെ practice അതിനുള്ള ചെയ്യാനുള്ളത്. പിന്നെ റിവൈസ് ചെയ്ത് നോക്കാം, അതാണ് മെയിൻ. സഫ്വാൻ എന്തൊക്കെ എക്സ്ട്രാ എഫേർട്ട് അപ്പൊ സ്കൂളിൽ നിന്ന് കിട്ടുന്നതിൽ നിന്നും എക്സ്ട്രാ ആയിട്ട് സ്വന്തമായിട്ട് എന്തൊക്കെ എഫേർട്ട് എടുത്തു കൂടുതൽ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്? എന്ന് പറഞ്ഞാല് എനിക്ക് എജുപോർട്ട് ഓഫ് കോഴ്സ് നല്ലൊരു സപ്പോർട്ടാണ്. ഞാൻ സാധാരണ അങ്ങനെ ഷെഡ്യൂൾ കാണലില്ല, അതിനെ കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് മെന്ററിങ് കൊണ്ട് ഇന്നെ ഇങ്ങോട്ട് വിളിച്ച് മിസ് ഇങ്ങനെ പറയോ ലൈക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇതാക്കരുത്. അങ്ങനെ ഡിസംബറിൽ ഞാൻ ട്രാക്ക് കയറിയിട്ടാണ് ഇതാക്കിയത്. അപ്പോൾ ഞാൻ ചെയ്യലെന്തൊക്കെ വെച്ചാല് ഒന്നാമത് നമ്മള് ഡെയിലി പഠിക്കുന്ന ടൈം ഒന്ന് നോട്ട് ചെയ്ത് അപ്പൊ അത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ്. നമ്മൾ ഇത്ര മണിക്കൂർ പഠിച്ച് ഇത്രയും കൂടി ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. എവിഡൻസ് ആണ് നമ്മളെ സ്വയം അക്കൗണ്ടബിൾ ആക്കാനുള്ള ഒരു സംഭവമാണ്. പിന്നെ വെച്ചാല് സെൽഫായിട്ട് എഴുതി പഠിക്കുക, അത് കുറെ ആൾക്കാര് മിസ് ഔട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. നമ്മള് ന്യൂസ് പ്രിന്റ് ഒക്കെ വാങ്ങി എക്സാം സ്വയം നമ്മള് ചെയ്യാം, എന്നിട്ട് നമ്മളെ മെന്റേഴ്സിന് വിട്ടുകൊടുക്കുക അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെയാണ് ലൈക്ക് നമ്മളെ മിസ്റ്റേക്ക് ഒക്കെ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ കറക്റ്റ് ചെയ്ത് എക്സാമിൽ നമ്മള് പെർഫെക്റ്റ് ആവാം. ലൈക്ക് ആ വീട്ടിൽ നിന്ന് ചെയ്യാത്തവർക്കാണ് എക്സാമിൽ മിസ്റ്റേക്ക് ഉണ്ടാവുക. ഇപ്പൊ നിങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്കൂൾ റെപ്യൂട്ടഡ് സ്കൂളിലാണ് പഠിച്ചത്, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികൾ പഠിക്കുന്ന ആ ഒരു എൻവയോൺമെന്റ് ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെ അല്ലാണ്ട് ഓപ്പൺ സ്കൂൾ പഠിക്കുന്ന കുട്ടികളുണ്ട്, പിന്നെ അത്യാവശ്യം കുറച്ച് വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ലാത്ത, നമ്മൾ അങ്ങനെ പറയല്ല, അതായത് അവിടുന്ന് വലിയ റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കാത്ത കുറേ സ്കൂളുകളുണ്ട്. പിന്നെ സ്കൂളിൽ പോവാതെ തന്നെ ഈ സ്കോൾ കേരളയുടെ ഒക്കെ കീഴിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. പാരന്റ്സും ഉണ്ട് കേട്ടോ. ഒരു 30 ഏജുള്ള ആൾക്കാരൊക്കെ നമ്മുടെ എജുപോർട്ടിന് സ്റ്റുഡന്റ് ആയിട്ട് ഒരു ദിവസം മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ പഠിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഇവർക്കൊക്കെ എങ്ങനെ പഠിക്കാം, അതായത് ഇവർക്കൊക്കെ റിസോഴ്സസ് നിങ്ങൾക്ക് എപ്പോഴും ഇത് ഇന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടീച്ചേഴ്സ് തന്നെ തരും. അതേപോലെ ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ നന്നായി മോണിറ്റർ ചെയ്യുന്നു സ്കൂളിൽ തന്നെ. പക്ഷെ ഇങ്ങനത്തെ മോണിറ്ററിംഗ് ഒന്നും കിട്ടാതെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ. സോ അവർക്കൊക്കെ ഈ റിസോഴ്സസ് ഒക്കെ എവിടുന്ന് കിട്ടും, എങ്ങനെയൊക്കെ കിട്ടാം എന്നുള്ളതൊക്കെ? ആദ്യമായിട്ട് തന്നെ അങ്ങനെ പഠിക്കുന്നവരോട് എനിക്ക് ഒരു ഹ്യൂജ് റെസ്പെക്ട് ആണ്. കാരണം നമുക്ക് അത് കുറച്ചും കൂടി സിമ്പിൾ ആണ്, ആ ഒരു ഫ്രിക്ഷൻ ഇല്ല. ലൈക്ക് ആ ട്രാക്കിൽ നമ്മൾ ഇങ്ങനെ പോകും, നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പഠിക്കാറുണ്ട് കുറച്ച് നമുക്ക് നല്ലൊരു വിൽ പവർ എന്തായാലും അതിനാവശ്യമാണ്. കാരണം സെൽഫായിട്ട് നമ്മൾ റിസോഴ്സസ് ഒക്കെ കണ്ടുപിടിക്കണം. ലൈക്ക് എജുപോർട്ട് ഉണ്ട്, ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ ലൈക്ക് സൊസൈറ്റിനും കൂടി നമ്മൾ നേരിടണം. ഓപ്പൺ സ്കൂളിലൊക്കെ കിട്ടിയ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അവർക്ക് തന്നെ ഓപ്പൺ സ്കൂളല്ലേ, നമ്മളൊരാളോട് പറയുമ്പോൾ തന്നെ അവരൊരു നെഗറ്റിവിറ്റിയും കൂടി ഇതാക്കണ്ട്. നമുക്ക് ഓൺലൈനിൽ പറഞ്ഞാല് HS ക്യാപ്പിലൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, അത് ചെയ്ത് നോക്കാം. പിന്നെ ചില യൂട്യൂബ് വീഡിയോസ് ഉണ്ടാവും ഇങ്ങനെ ലൈക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ്, അത് അങ്ങനെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അങ്ങനത്തെ ഇതുണ്ടാവും. പിന്നെ ചില ടീച്ചേഴ്സ് ഉണ്ട് ഇങ്ങനെ PDF ആയിട്ട് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. അവരുടെ ഒക്കെ മാക്സിമം PYQs ചെയ്യണം അല്ലെ, ഇംപ്രൂവ് ചെയ്യാം. അപ്പം ഈ PYQs ചെയ്യുന്നതിൽ, നോട്ട്സ് റെഫർ ചെയ്ത് പഠിക്കുന്നതിൽ എത്രത്തോളം ഈസിനെസ് എജുപോർട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്? എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ എജുപോർട്ടിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ മെന്റേഴ്സ് ഉണ്ടാകും, ആ ഒരു ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എനിക്ക് തീരെ ഒരു ധാരണ ഇല്ലായിരുന്നു. ഞാനെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ അജാസ് സാറിൻ്റെ ആ ഒരു ഇൻസ്പിറേഷനിലൂടെയാണ് എജുപോർട്ട് എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം +1 അജാസ് സാറിനോടുള്ള അത്രയും റെസ്പെക്ട് കൊണ്ടും അത്രയും ഇൻസ്പയർ ആയിട്ട് ഞാൻ കയറുന്നത്. അതിനുശേഷം ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഫെസിലിറ്റീസ് ഇതിലുണ്ട്. കാരണം പ്രീവിയസ് ഇയർ മാം പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആപ്പിൽ. ഓരോ വീക്ക് കഴിയുമ്പോഴപ്പം ഓരോ ചാപ്റ്ററിനും ഓരോ പ്രീവിയസ് ഇയേഴ്സ്, ആ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് അക്കൗണ്ടിങ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയത് അങ്ങനെയാണ്. ഇപ്പം സഫം പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ സ്കൂള് അങ്ങനത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മളൊരു സ്റ്റുഡന്റ് ഉണ്ട് 572 കിട്ടിയ 580 +1 കഴിഞ്ഞതാണ്. കംപ്ലീറ്റ്ലി എജുപോർട്ടർ ക്ലാസ് മാത്രം കണ്ടതാണ്. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ആ കുട്ടി ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കംപ്ലീറ്റ്ലി അവരത് റിലേ ചെയ്താണ്. അപ്പം പല ആൾക്കും ഇത് അറിയില്ല ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. അതാണ്. പിന്നെ അടുത്തത് ചോദിക്കാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സ്കോർ ചെയ്യാൻ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താണ് ഒരു പ്ലസ് പോയിന്റ്? എന്തുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ഫസ്റ്റ് എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്ന ഒരു പോയിന്റ് എന്തായിരിക്കും? ഫസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ, നമ്മളെപ്പോഴും ഒരു എന്തായാലും നമ്മളൊരു കോഴ്സ് എടുത്ത് അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആവാൻ ശ്രമിക്കുക. കാരണം
വേൾഡ് ഭയങ്കര കോമ്പറ്റീറ്റീവ് വേൾഡ് Yes, ആണ്. നമ്മളിവിടെ കൊമേഴ്സ് പഠിക്കുമ്പോ അതേ സമയത്ത് IIT-ലേക്കും പ്രിപ്പയർ ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ എടുത്ത ഫീൽഡില് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആവാം, 1% ആവാന്നുള്ള ആ ഒരു ഇതിലാണ്. മേ ബി നമുക്ക് കുറെ മിസ്റ്റേക്സ് ഉണ്ടാവും. അത് നമ്മൾ ആ ജേർണിയിൽ ഇമ്പ്രൂവ് ചെയ്ത് ഒരു 1200 കിട്ടിയില്ലെങ്കിലും ഇപ്പം കിട്ടിയ ലെവലിലേക്ക് ഇമ്പ്രൂവ് ആയി. അത് ആ എഫേർട്ട് ഇട്ടതിനെ കൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ ബോട്ടത്തിൽ തന്നെ നമ്മള് നമ്മുടെ പൊട്ടൻഷ്യൽ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എഫേർട്ട്. സോ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട്, ഒരു ക്രാഷ് ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഉറപ്പായിട്ടും. തമന്നക്ക് എന്താണ് അത് തന്നെയാണ് സഫാന്റെ അതേ അഭിപ്രായമാണ്. നമ്മൾ എന്തെടുക്കുകയാണെങ്കിലും അതിൽ മാക്സിമം എഫേർട്ട്, നമ്മൾ റിഗ്രറ്റ് ചെയ്യാതെ അതിൽ നമ്മൾ മുന്നോട്ട് പോകാന്നുള്ള ഏറ്റവും വലിയ പോയിന്റ്. ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ തന്നെ ഷെഡ്യൂൾഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റൂല്ലേ കുട്ടികൾക്ക്? അത് ഉറപ്പായിട്ടും പറ്റും. ഇനിയിപ്പം ഒരാൾ കുറച്ച് കഴിഞ്ഞു, ഒരു ഓണം എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കാം, അവിടുന്ന് പ്രിപ്പയർ ചെയ്താൽ തുടങ്ങിയാലും ആ കുട്ടിക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുമോ? ബട്ട് അതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ലൈക്ക് നമുക്ക് 6 സബ്ജക്റ്റ് ആണുള്ളത്. അതില് 5 സബ്ജക്റ്റും 4 കോർ സബ്ജക്റ്റും ലാംഗ്വേജ് മലയാളം. അതില് ഹിന്ദി എടുത്താൽ കുറച്ചും കൂടി എളുപ്പമാണ്. കോർ സബ്ജക്റ്റില് നമുക്കുള്ള ഒരു ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ PYQ എല്ലാം ചെയ്താൽ നമുക്ക് കോർ സബ്ജക്ട് പെർഫെക്റ്റ് ആക്കാം. 100 ഇടുക, കോൺസെപ്റ്റ് മനസ്സിലാവും. ബട്ട് ആ ഒരു 1200 എന്നുള്ള മാജിക് നമ്പറിലേക്ക് ഒരു ബിഗ് ഹേർഡിലായിട്ട് വരുന്നത് ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റാണ്. അപ്പൊ നമ്മള് 10 വരെ ജസ്റ്റ് പാസ് ആവാനോ A+ കിട്ടാനോ വേണ്ടി പഠിച്ച ആ ഒരു ഇംഗ്ലീഷ് അല്ല +2 ഇംഗ്ലീഷ്. അപ്പൊ അതിന് ഡെയിലി അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം നോക്കണം. ടീച്ചേഴ്സ് എടുത്തു തരുന്ന ക്ലാസ് കേട്ടാല്, ഇപ്പൊ തലേന്ന് കേട്ടാലും ഒരു പൊട്ടൻഷ്യലുള്ള കുട്ടിക്ക് A+ കിട്ടും. ആ A+ ഫുൾ മാർക്കിലേക്കുള്ള ആ ഡിഫറൻസ് ആണ് ഭയങ്കര എഫേർട്ട് ഇടേണ്ട ഒരു കാര്യം. എഫേർട്ട് എടുത്താൽ കിട്ടുമെന്നാണോ അല്ലെങ്കിൽ കിട്ടില്ല എന്നാണോ? അത് ഓരോ ആളുകളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചിരിക്കും തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് അതിൽ പറയാനുള്ളത് കിട്ടുന്നതിനാണ് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാല് അതിന് ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ എന്റെ ടീച്ചർ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്ന കാര്യം എപ്പോഴും ഞാൻ CA ഫൗണ്ടേഷനും അത് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മള് ഒരു 20 മിനിറ്റ് ഡെയിലി ലേഷർ ടൈം ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാച്ച് ചെയ്യല്ലോ. എന്തായാലും നമ്മൾ യൂട്യൂബ് വാച്ച് ചെയ്യും. അപ്പൊ കുറച്ച് ഇംഗ്ലീഷ് വീഡിയോസ് വാച്ച് ചെയ്യാം. എന്നിട്ട് അതില് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് സ്വയം നമ്മള് ഇതാക്കി എഴുതി വെക്കാം. കിട്ടാത്ത വേർഡ്സിന് പുതിയ വേർഡ്സ് നമ്മള് വൊക്കാബുലറി ഇമ്പ്രൂവ് ആവാം. ഇപ്പൊ സ്വയം നമ്മളെ ഒരു ഇംഗ്ലീഷ് കൾച്ചറിലേക്ക് നമ്മളെ ലാംഗ്വേജ് അങ്ങനെ വരുന്നതാണ് എന്റെ ഒരു ബിലീഫ്. അത് ഭയങ്കര പെർഫെക്റ്റ് ആണ്. കാരണം നമ്മള് +1 +2 മാത്രമല്ല, നമ്മളൊരു ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്തും ലാംഗ്വേജിന് പ്രിഫറൻസ് കൊടുക്കേണ്ട സമയത്ത് ഏത് ഫാക്കൽറ്റീസ് നമുക്ക് ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് അതാ. പഠിക്കാൻ മടിയാണെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് കാണുക, ഇംഗ്ലീഷ് വീഡിയോസ് കാണുക. ചുമ്മാ നിങ്ങൾ ചെയ്യുന്ന ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അതങ്ങനെ ഇംഗ്ലീഷിൽ ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാം. അതൊരു നല്ലൊരു ഐഡിയ ആണ്. പിന്നെ ഇപ്പം ഒരു കുട്ടി നമ്മൾ സ്കൂളിൽ പോകുമ്പം പഠിക്കാൻ വേണ്ടിയാണല്ലോ പോകുന്നത്. പക്ഷെ സ്കൂളിൽ പഠനം മാത്രമല്ലല്ലോ, നമുക്ക് സ്പോർട്സ്, ആർട്സ്, NSS തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ടാവും. ഇപ്പോൾ സഫൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മാക്സിമം നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്യുക, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. അതിലൂടെ നമ്മുടെ കഴിവുകൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ നമ്മൾ കൂടുതൽ എക്സ്പെരിമെന്റും എക്സ്പ്ലോർ ചെയ്യുമ്പം അത് നമ്മുടെ പഠനത്തെ ബാധിക്കുമോ, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ പറ്റുക? തീർച്ചയായിട്ടും അത് സ്കൂൾ ലൈഫിൽ നമ്മൾ പോണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാം കൂടി കിട്ടാനാണ്. ലൈക്ക് അതൊരിക്കലും പഠനത്തിന് ബാധിക്കില്ല. ഏതായാലും സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഒരിക്കലും ബാധിക്കില്ല എന്നാണ്. ലൈക്ക് എൻട്രൻസ് കോച്ചിങ് അല്ലാത്ത നമ്മള് ബോർഡ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മള് ആ ലൈഫാണ്, നമ്മളെ +2 ലൈഫാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയാ, ഡെയിലി ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഡെയിലി നമുക്കൊരു എന്താ പറയാ ശീലം ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. ലൈക്ക് നമ്മള് പഠനം എന്ന് വെച്ചിട്ട് എല്ലാം കൂടി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു എബിലിറ്റിയും കൂടി കൂടും. നമ്മള് മൂഡ് ഓഫ് ആവില്ല. ലൈക്ക് നമുക്ക് എന്നും ആ ഒരു സ്പിരിറ്റ് ഉണ്ടാവും. ഇതൊരു പാക്കേജ് ആണ്. പാക്കേജിന്റെ ഒരു ഭാഗം മാത്രമാണ് സ്റ്റഡീസ്. കംപ്ലീറ്റ് പാക്കേജ് ആണ്. സ്റ്റഡീസ് ഉണ്ടാകണം, പിന്നെ സ്പോർട്സ് ഉണ്ടാവണം, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, ദെൻ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടണം. നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് പഠിക്കുന്നത് സ്കൂളിലായിരിക്കും. സൊസൈറ്റിയിൽ എങ്ങനെ നമ്മൾ പെരുമാറണം, നമ്മളെങ്ങനെ ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്തെടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പക്ഷേ സ്കൂളിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം അല്ലേ. പിന്നെ ഇപ്പം ഓരോ കുട്ടികൾക്ക് ഓരോരോ കഴിവുകൾ ഉണ്ടാവും. ചില കുട്ടികൾ നല്ല പ്രസംഗിക്കുന്ന കുട്ടികളുണ്ടാകും, ചില കുട്ടികൾ പാട്ട് പാടുന്ന കുട്ടികളുണ്ടാകും. സോ അങ്ങനത്തെ കഴിവുകൾ മാറ്റി വെച്ചിട്ട് പഠനത്തോട് മുന്നിട്ട് പോകണം എന്നാണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കഴിവുകൾ കൂടെ കൊണ്ടുപോകാനാണോ? എന്താ തമന്നയുടെ അഭിപ്രായം? തമന്നയുടെ ഫാമിലി എക്സാക്ട്ലി പറയുന്നത് ആർട്സ് ഫാമിലിയാണ്. സ്കിൽസ് എന്ന് പറഞ്ഞാല് വേറെ തന്നെയാണ്. നമ്മളുടെ സ്കില്ല് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അതിപ്പം
എല്ലാരും പറയുന്നുണ്ട് എനിക്ക് പഠിക്കാൻ കഴിയില്ല, എനിക്ക് അതിനുള്ള സ്കില്ലില്ല എന്ന്. ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കില്ല. കാരണം പഠനം എന്നുള്ളതൊരു സ്കില്ലല്ല, അത് എല്ലാവർക്കും സാധിക്കും. അവർ മനസ്സിലാക്കി അത് നമ്മളെ ഹാപ്പി ആയിട്ട് അത് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും സാധിക്കും. അത് ചിലപ്പോൾ ഒരാൾക്ക് 1 മണിക്കൂർ കൊണ്ട് പഠിച്ചു കഴിയാവുന്നതായിരിക്കും, ചിലപ്പോൾ ഒരാൾക്ക് 10 മിനിറ്റ് കൊണ്ട്. അത് ഒരാളുടെ പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ്. സ്കിൽ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഇതാണ്. അത് എല്ലാവർക്കും ഒരു സ്കിൽ എന്തായാലും ഉണ്ടാവും, അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. പക്ഷെ അത് പഠനമായിട്ട് നമ്മൾ അത് ഒരിക്കലും ക്ലാഷ് ചെയ്യാൻ പറ്റില്ല. അതാണ് തമനയുടെ സ്കിൽ. എന്താണ്? എനിക്ക് പാട്ട് പാടാൻ അറിയാം, ആക്ട് ചെയ്യാൻ അറിയാം. ഇപ്പം ഏതൊരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണെങ്കിൽ ഞാൻ അതിലെല്ലാത്തിലും പങ്കെടുക്കും. അതൊന്നും എനിക്കൊരു പഠനത്തിനായിട്ടുള്ള അത് ഒരിക്കലും ബാധിച്ചിട്ടില്ല. ഒരു പാട്ട് പാടിക്കൂടെ? അതെ, ഏതെങ്കിലും ഒരു പാട്ട് പാടും. ഇപ്പന്റെ മുന്നിൽ ना कुछ पूछा ना कुछ मांगा, तूने दिल से दिया जो दिया, ना कुछ बोला ना कुछ तोला, तुम्हें दिल से दिया जो दिया, तू ही थो तू ही छाया, तू ही अपना पढ़ाया, और कुछ ना जानू बस इतना ही जानू, तुझ में रब दिखता है यारा मैं क्या करूं, तुझ में रब दिखता है यारा मैं क्या करूं, सबसे सब चुकता है यारा मैं क्या करूं, तुझ में रब दिखता है यारा मैं क्या करूं. പാട്ട് പാടുന്ന വിചാരിച്ചപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിട്ട് പാടി അല്ലേ? പുതുതായിട്ട് ഇപ്പൊ +1 ജോയിൻ ചെയ്ത കുട്ടികളുണ്ട് കൊമേഴ്സ്, അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എഡ്യൂപോർട്ടിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ അവരോട് പറയാം? എഡ്യൂപോർട്ട് എന്ന് പറഞ്ഞാല് ഭയങ്കര റിസോഴ്സ് ആണ്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അവര് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്, ലൈക്ക് എക്സ്ട്രാ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. എന്താ പറയാ, ഞാനാണെങ്കിലും ഇപ്പൊ ലിബാൻ സാറിനായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ലിബാൻ സാറിനോട് ഞാൻ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് പോണതിന്റെ തൊട്ട് മുന്നേ തലേന്ന് നമ്മള് രാവിലെ ഉണ്ടാവില്ല, പുലർച്ചെ 6 മണിക്ക് ലൈവ് ഉണ്ടാവും. അത് കഴിഞ്ഞ് സാറ് എനിക്ക് എടുത്തിട്ടുണ്ടാവും. അപ്പൊ ലൈവ് കഴിഞ്ഞ് പോണതിന്റെ മുന്നേ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു സാറിന്, സാറേ ഇതെന്താണ് ഇതെങ്ങനെയാണ്. അപ്പൊ സാറ് കാര്യം പറഞ്ഞു തരും. അപ്പൊ നമ്മള് അങ്ങനെ ഒരു ബിൽഡപ്പ് ഉണ്ടാക്കാം, മെന്റർമാരോട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കാം. അപ്പൊ നമ്മള് മാക്സിമം യൂസ് ചെയ്യാം. തമന്നയ്ക്ക് എന്താ പറയാനുള്ളത്? എന്റെ അഭിപ്രായത്തില് നിങ്ങളെ ഇഷ്ടപ്പെട്ട കോഴ്സ് അതിന് സെലക്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ആ ഒരു പഠനത്തിനോട്, പിന്നെ അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സബ്ജക്റ്റിത്തെ ടീച്ചേഴ്സിനോടും നമ്മൾ അത്രയും ഇഷ്ടം കാണിക്കണം, എന്നാലേ നമ്മൾ ആ ഒരു പഠനത്തോട് നമുക്ക് ഇഷ്ടം തോന്നുള്ളൂ. പിന്നെ ദിവസം ഇരുന്ന് പഠിക്കണം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ദിവസം ഇരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല, ഭയങ്കര റിലാക്സ് ആയിട്ട് പറഞ്ഞ പോലെ പഠിച്ചത്. മെന്റേഴ്സ്, എഡ്യൂപോർട്ടത്തെ മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവരിപ്പോൾ ഇന്നത്തെ റെക്കോർഡിംഗ് ക്ലാസ് കണ്ടോന്ന് ചോദിച്ചാൽ അപ്പം നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം, ഇല്ല മാം ഇന്ന് കണ്ടിട്ടില്ല, നല്ല തിരക്കായിരുന്നു പറഞ്ഞാൽ ഓക്കെ റിലാക്സ് ചെയ്ത് നീ നാളെ കണ്ടാൽ മതി, അങ്ങനെ പറയുന്നൊരു ഇതാണ്. അപ്പം നമ്മളെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണ്. അപ്പം അത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ അങ്ങനെ ഒരു ടീച്ചേഴ്സിനോട് ഒരു കണക്ഷൻ വെക്കുമ്പോൾ നമുക്ക് ഡൗട്ട് ചോദിക്കാനും, സഫാൻ പറഞ്ഞ ഒരു ഡൗട്ട് ചോദിക്കാനൊക്കെ മടിയുള്ള കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ആ ഒരു ലേസിനെസ് നമുക്ക് ആ ഒരു ഇന്ററാക്ഷനിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എനിക്ക് ഇപ്പൊ എഡ്യൂപോർട്ടിലാണെങ്കിൽ നമ്മളെ മെന്ററിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്റെ ഉമ്മനായിട്ട് ഭയങ്കര ഒരു പേഴ്സണൽ കണക്ഷനാണ്. മെന്റർ ഇങ്ങനെ വിളിക്കും, ഉമ്മനെ എന്ന് വിളിക്കും, സഫാൻ എങ്ങനെ ചെയ്യുന്നത്, ഓക്കെ അല്ലേ. ലൈക്ക് ഞാനിപ്പോ അന്ന് ഇങ്ങനെ മാമിനോട് പറഞ്ഞു, എന്റെ വീട്ടില് ഫാമിലിയിൽ ഒരു മരണം ഉണ്ടായിരുന്നു ഇങ്ങനെ +1 ടൈമില്. അപ്പൊ ഞാന് എന്റെ ഇപ്പന്റെ ഫാമിലിയില്, അപ്പൊ ഞാൻ ഒരാഴ്ച ആ ഒരു ഇതില് അങ്ങനെ കണ്ടു, 1-2 ആഴ്ച കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ആ ഇതൊക്കെ സീന കഴിഞ്ഞപ്പോ മാം തന്നെ നമ്മളെ വിളിച്ച് എനിക്കിങ്ങനെ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ നമുക്കൊരു റിലാക്സേഷനാണ്.
അങ്ങോട്ട് ടോക്ക് ചെയ്ത് അതൊക്കെ റെഡി ആക്കിയിട്ട് പറഞ്ഞ് കൂടുതൽ സ്ട്രെങ്തോടു കൂടി തിരിച്ചു വരണോ, പിന്നെ പഠിക്കണം, കാര്യങ്ങൾ പഠനത്തിന്റെ കാര്യം മാത്രമല്ല റിസൾട്ട് വന്നാലും നമ്മളെ വിളിക്കും, എങ്ങനെയുണ്ട് ഉഷാറാക്കിയില്ലേ. ഗ്രൂപ്പ് തന്നെ നമ്മളതൊരു ആക്റ്റീവ്, നമ്മളെ ബാച്ചിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല, മാം ഒരു മോട്ടിവേഷൻ വിടും മോർണിംഗിൽ, നമ്മൾ വേറൊരു മോട്ടിവേഷൻ അങ്ങോട്ട് വിടും, എന്നിട്ട് പിന്നെ അത് റിയാക്ട് ചെയ്ത് എപ്പോഴും ആക്റ്റീവായിട്ട്. അതേമാതിരി തന്നെ മാം തന്നെ ഉണ്ടാക്കിയ ഒരു ഇതാണ് നമ്മളെ, ഞാന് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞ ബാച്ച് സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവൻ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ബാച്ചിൽ കുറച്ച് വീക്കുള്ള സ്റ്റുഡൻസ്, അവർക്ക് ചിലപ്പോ മെന്ററിനോട് ശരിക്കും ചോദിച്ചാൽ അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. നമ്മളായിട്ട് പേഴ്സണൽ റാപ്പോർട്ടായിട്ട് നമ്മളോട് ചോദിക്കാടാ അതെന്താ സംഭവം, അങ്ങനെ വിളിക്കൂല രാത്രി, അങ്ങനെ ഒരു എന്താ പറയാ സ്റ്റഡി കൾച്ചർ ഉണ്ടാക്കിയിട്ട്. എന്താണ് ആ മെന്ററിന്റെ പേര് എന്ന് അറിയാൻ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. ശ്രുതി ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ് ഇത് ശ്രുതി മിസ് ആയിരിക്കുന്നില്ല. തവനയുടെ മെന്റർ അറിയാം ശ്രുതി മാം ആണ്. അപ്പൊ ക്രെഡിറ്റ് പാതി ശ്രുതി ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഇത്രയും മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളും തീർച്ചയായിട്ടും ഇവരെ പോലെ നാളെ നിങ്ങളുടെ +2 ഒക്കെ എക്സാം കഴിഞ്ഞിട്ട് ഇതേ സീറ്റിൽ ഇരുന്നിട്ട് നാളെ നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു രീതിയിലുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾ ഗ്രോ ചെയ്യണം. നിങ്ങളുടെ +1 +2 ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം, മാക്സിമം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ഇവർ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാനോ അനുലക്ഷ്മി മാമോ എന്ന് പറയുന്നില്ല, ഇവരാണെല്ലാം പറഞ്ഞത്. അപ്പം അവരെ പോലെ തന്നെ നിങ്ങൾക്കൊരു റോഡ് മാപ്പ് ആവട്ടെ, നിങ്ങളുടെ എല്ലാ ഭാവി പഠനത്തിലും കരിയറിലും നല്ല രീതിയിലുള്ള ഉയർച്ചയും മുന്നേറ്റവും ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.